MVIP കനാലിന്റെ ഇരു സൈഡിലുമുള്ള വലുപ്പമാർന്ന മരങ്ങൾ മുറിച്ചു നീക്കി വൻ അഴിമതി നടക്കുന്നു എന്ന ആരോപണവുമായി ജനങ്ങൾ. കലൂർക്കാട് ആയവന ആവോലി പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന കനാലിന്റെ ആയവന പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 11-ാം വാർഡിലാണ് സംഭവം. ഈ മാസം വെള്ളം വരാനിരിക്കെ മണ്ണ് മാറ്റിയും ചപ്പുചവറുകൾ നീക്കം ചെയ്യാതെയും കനാൽ വൃത്തിയാക്കുന്നതിന്റെ മറവിലാണ് ചെറുമരങ്ങൾ വെട്ടാതെ വലിയ മരങ്ങൾ വെട്ടിമാറ്റുന്നതിലാണ് ജനങ്ങളുടെ പരാതി ഉയരുന്നത്. കനാൽ വന്നത് മുതൽ ക്ലീൻ ചെയ്തിട്ടില്ല. വൃത്തിയാക്കാത്തത് മൂലം ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിക്കുന്നു. വർഷാവർഷം ക്ലീൻ ചെയ്യാത്തത് മൂലം കനാൽ കവിഞ്ഞ് വെള്ളം ഒഴുകുന്നു എന്ന പരാതിയും ഉയരുന്നു. വാർഡ് മെമ്പറോ പ്രദേശവാസികളോ അറിയാത്ത സാഹചര്യത്തിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി സംസാരിക്കാൻ ശ്രമിച്ചിട്ടും ആരും രംഗത്ത് വരാത്തത് ജനങ്ങളുടെ സംശയം വർദ്ധിക്കുന്നു. ഞങ്ങൾ ഈ നിൽക്കുന്നവരെല്ലാവരും ഈ കനാലിൻ്റെ പരിസരവാസികളാണ്. ഒരു 5-10 വർഷമായിട്ട് ഈ കനാലിൻ്റെ ഇരു സൈഡുകളിലും 10, 70, 60 ഇഞ്ച് വണ്ണമുള്ള വട്ട, പ്ലാവ്, ആഞ്ഞിലി ഇങ്ങനെ കുറേ മരങ്ങൾ നിൽപ്പുണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇന്നലെ രാവിലെ വന്ന് ഇത് മുഴുവൻ വെട്ടി കനാലിലേക്ക് വീഴ്ത്തുകയും കനാലിൻ്റെ സൈഡുകൾ മുഴുവൻ പൊളിഞ്ഞു പോവുകയും പിന്നെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആർക്കും ഇതിനെക്കുറിച്ചൊരു അറിവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരു അഴിമതി ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും തോന്നുന്നത്. ഇതിൻ്റെ ടെൻഡർ നടപടികളോ അല്ലെങ്കിൽ ഇത് ലേലം ചെയ്തതായിട്ടോ ഇവിടെ പരിസരവാസികൾക്ക് ആർക്കും അറിവുള്ളതല്ല. അതുപോലെ ഈ കനാല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഇതിൻ്റെ ചെറുമരങ്ങളൊന്നും വെട്ടിയിട്ടില്ല. അപ്പോൾ വലിയ മരങ്ങൾ മുഴുവൻ വെട്ടി കയറ്റിക്കൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ജനുവരി മാസം പകുതി ആവാൻ പോണു, അല്ലെങ്കിൽ ജനുവരി 2-ാം തീയതി ഇതുവരെ ഈ കനാല് ക്ലീനിങ് വേണ്ട രീതിയിൽ ചെയ്തിട്ടില്ല. നവംബർ, ഡിസംബർ മാസത്തിലാണ് നേരത്തെ ഈ കനാലിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് വെട്ടിമാറ്റിയിട്ട് ഈ പരിസരത്തുള്ളവർക്ക് വെള്ളം എന്ന് എത്തിക്കുമെന്ന് വരെ അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലാണ് കനാല് കിടക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ നല്ലൊരു അഴിമതിയുണ്ട്. ഇത് അന്വേഷിക്കണം എന്നാണ് പരിസരവാസിയായ എനിക്ക് പറയാനുള്ളൂ. ഈ കനാലിൽ വെള്ളം വന്നു തുടങ്ങിയ കാലം തൊട്ട് ഇതുവരെ കനാൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടില്ല. ആരെങ്കിലും ഒരു പേര് നന്നാക്കി എന്ന് പേര് കേൾപ്പിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഇതിനു മുമ്പ് കുടുംബശ്രീ മറ്റേ പെണ്ണുങ്ങൾ വന്ന് അടിച്ചു വാരി പോയിക്കൊണ്ടിരുന്നതാണ്. ഈ തൊട്ട് താഴെയാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ കനാലിൽ വെള്ളം വന്നു കഴിയുമ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസം തവള കരഞ്ഞ കേട്ടാണ് ഞാൻ രാവിലെ ഏക്കുന്നത്. അതുപോലെ അണിലി പാമ്പാണ് എൻ്റെ വീടിൻ്റെ വിറ്റ് നിറച്ച്. അതായത് വാലുമാക്കൾ തിന്നാമെന്ന ഒരു അവസ്ഥയാണ് എൻ്റെ വീട്ടിൽ. എൻ്റെ വീട്ടിലെ പിള്ളേർക്ക് വൈകുന്നേരം പുറത്തിറങ്ങാൻ പാടില്ലാത്ത രീതിയിൽ പാമ്പും തവളശല്യമാണ്. അതുപോലെ തന്നെ ഈ കനാല് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും ചെയ്യാറില്ല. ഇന്നാൾ വന്ന് ഞങ്ങൾ ഈ റെജിയും ഈ ചാക്കോ സാറും അവിടെ പോയി തടഞ്ഞിട്ട് അവർ പണി നിർത്തി ഇറങ്ങി പോകാൻ കഴിഞ്ഞാണ് ചെയ്തത്. എല്ലാ കൊല്ലം ഉണ്ടാവുന്നതാണ്. ഞാൻ ഇന്ന് 2 ഏയിമാരെ വിളിച്ചു. 2 ലേഡിയായിരുന്നു. ആദ്യം ഒരാൾ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് സ്ഥലം മാറിപ്പോയി എന്ന് പറഞ്ഞു. ആ സ്ത്രീ വേറൊരാളുടെ നമ്പർ തന്നു. ആ നമ്പർ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് പോത്താനിക്കാട് പൈങ്ങോട്ടൂർ ഭാഗത്താണ് ചാർജ്, ഇവിടെയല്ല എന്ന് വേറൊരു ആൾക്കാരുടെ നമ്പർ വന്നു. വന്നിട്ട് 3 തവണ ഞാൻ ആ ആളെ വിളിച്ചു. ആൾ ഇതുവരെ ഫോൺ എടുത്തിട്ടുമില്ല, എന്നെ തിരിച്ചും വിളിച്ചിട്ടില്ല. ഇതാണ് ഇവരുടെ അവസ്ഥ. ഇത് മൊത്തം അഴിമതിയാണ്. ഈ തടിവെട്ട് കേസ് മൊത്തം അഴിമതിയാണ്. അഴിമതിയിൽ മുടിഞ്ഞു മൂടി അഴിമതി തന്നെയാണ്. ഇത് ഉദ്യോഗസ്ഥരെ അറിഞ്ഞുകൊണ്ട്, മേലുദ്യോഗസ്ഥരെ അറിഞ്ഞുകൊണ്ട് നടത്തുന്ന അഴിമതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പഞ്ചായത്തിലെ മെമ്പർമാരോ അല്ലെങ്കിൽ ഈ നാട്ടുകാരോ ആരും അറിഞ്ഞുള്ള ഒരു കാര്യമല്ല ഇത്. നാട്ടുകാരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു അഴിമതി നടന്ന് ഇരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. ഈ കനാൽ വൃത്തിയാക്കുകയാണ് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ഉടനെ തന്നെ വേനൽ ആരംഭിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നാട്ടുകാരെല്ലാം വെള്ളത്തിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാതെ ഇവിടുന്ന് മരങ്ങൾ വെട്ടി കടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് വലിയൊരു അനീതി തന്നെയാണ്, അഴിമതി തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ആദ്യം ചെയ്യേണ്ടത് കനാൽ ക്ലീൻ ആക്കുകയായിരുന്നു വേണ്ടത്. അപ്പോൾ അത് ചെയ്തിട്ടില്ല. മെമ്പർ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയണത്. അല്ല, മെമ്പർ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. അറിഞ്ഞിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ഏതായാലും ഇത് വലിയൊരു അഴിമതി തന്നെയാണ്. ഇത് അവസാനിപ്പിക്കണം. ഈ തടി ലേലം ചെയ്ത് പഞ്ചായത്തിൽ നിന്ന് ലേലം ചെയ്ത് ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് ലേലം ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെപ്പറ്റി. എന്തടിസ്ഥാനത്തിലാണ് ഇത് വെട്ടുന്നത്? ആരാണ് അനുമതി നൽകിയിരിക്കുന്നത്? കനാൽ പൂർണ്ണമായി വൃത്തിയാക്കണം. ഇഴജന്തുക്കളെ ഭയന്നുള്ള ജീവിതത്തിന് പരിഹാരമുണ്ടാകണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പരാതിയുമായി ജനങ്ങൾ മുന്നോട്ടു പോകുവാൻ ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് ആയവന.